നന്ദൻകോട് കൂട്ടക്കൊല നടക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, എന്താകാം ഈ കേടലിനെ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? അദ്ദേഹം ആദ്യം പറഞ്ഞത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാനെന്ന്. പിന്നെ മണിക്കൂറുകൾക്ക് ശേഷം ചോദ്യം ചെയ്യലിൽ പറയുന്നുവെന്ന് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് മജിസ്ട്രേറ്റിന് കൊടുത്തിരിക്കുന്ന പോലീസിൻ്റെ റിപ്പോർട്ടും. വൈരാഗ്യമാണ്. അതുകൊണ്ട് കാത്തിരുന്ന പക മാസങ്ങളായി മനസ്സിൽ പുകഞ്ഞു, പിന്നെ അത് കൊലപാതകത്തിൽ എത്തിയെന്ന്. ഏതാണ് വിശ്വസിക്കേണ്ടത്? എനിക്ക് തോന്നണത് ഈ കേസിൽ ദൃക്സാക്ഷികൾ ആരുമില്ല. കാരണം ഇയാൾ ചെയ്തത് കണ്ടതായ ഒരാളുമില്ല, വേലക്കാരും ഉൾപ്പെടെയില്ല. രണ്ടാമതോട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ശക്തമായതൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ആകെ ഉള്ളത് ഇയാൾ കുറ്റങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയാളെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പോലീസ് ചെയ്യുന്നത്. ഈ ചോദിക്കുമ്പോൾ ഇയാളൊരു സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇയാളുടെ അമ്മ ഈ നിർമ്മല ഭവനിൽ പഠിച്ചതാണ്. അവരന്ന് സ്റ്റേറ്റ് SLCക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്കാണ്, ഡോക്ടറാണ്. അയാളുടെ ഫാദർ ഒരു പ്രൊഫസറാണ്. അപ്പോൾ ഒരു പ്രൊഫസറുടെയും ഡോക്ടറുടെയും മകനായിട്ട് ജനിച്ച ആൾ ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് എന്ന് മാത്രമല്ല കമ്പ്യൂട്ടർ എക്സ്പെർട്ടാണ്. പക്ഷെ പഠിത്തത്തിൽ മോശമായിരുന്നല്ലോ സർ എന്ന് പറഞ്ഞാലും അയാളുടെ ഇൻഹറൻ്റായിട്ടുള്ള ഇൻ്റലിജൻസ് അയാൾക്ക് ഉണ്ടാകും. കാരണം അയാൾ ചിലപ്പോൾ ഉഴപ്പിയതൊക്കെ ആയിരിക്കും പഠിത്തത്തിന് മോശമാകുന്നത്. കാരണം ഈ അച്ഛനും അമ്മയും നല്ല അന്ന് സ്റ്റേറ്റ് ഫസ്റ്റാണ് ഈ നിർമ്മല ഭവനിൽ നിന്ന് പഠിച്ചപ്പോൾ. അപ്പോൾ ഇവന് സൂപ്പർ ഇൻ്റലിജൻ്റ് ആണെന്ന് മാത്രമല്ല, ഇവൻ പല രാജ്യങ്ങളിലൊക്കെ പോയി, ആസ്ട്രേലിയയിലും അവിടെ ഇവിടെയൊക്കെ പോയി പല ആളുകളുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് മിങ്കിൾ ചെയ്ത് കമ്പ്യൂട്ടർ ഗെയിമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതായ നമ്മളുടെ ഈ കേദർ അയാൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അയാൾ ചോദിച്ച് പോലീസ് ഈ ഉത്തരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ മാറ്റി പറയുകയാണ്. അത് എനിക്ക് തോന്നുന്നത് അവൻ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ് അത്. കാരണം അവൻ വളരെ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് ഇൻ്റലിജൻ്റായിട്ട് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല, മനഃശാസ്ത്രജ്ഞനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധനെ വിളിച്ചുകൊണ്ടു. പക്ഷെ മനോരോഗ ചികിത്സാ വിദഗ്ധന് ഇയാൾക്ക് മനോരോഗമുണ്ടെന്ന് പറയാമെന്നല്ലാതെ ഇതിനകത്ത് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രോഗേഷൻ സൈക്കോളജി, ഇൻട്രോഗേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വികസിച്ച വിജ്ഞാനശാഖകളാണ്. അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സൈക്കോളജി സ്പെഷ്യലിസ്റ്റൊക്കെ വന്നാണ് വാസ്തവത്തിൽ ഈ ചോദ്യം ചെയ്യേണ്ടത്. അപ്പോൾ മനോരോഗ വിദഗ്ധൻ വന്ന് അയാൾക്ക് മനോരോഗമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചപ്പോൾ ഇയാൾക്ക് മനോരോഗമുണ്ട് എന്ന് പറയത്തക്ക വിധത്തിലായ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നില്ല. ആ നിലയിൽ എനിക്ക് തോന്നുന്നത് ഇവന് ഈ പോലീസ് പറയും പോലെ വൈരാഗ്യവും അതുപോലെയൊക്കെയുള്ളതായ കാരണങ്ങളാകാം അവന്. കാരണം പ്ലാൻ ചെയ്ത് അതിനകത്ത് കുറേയധികം ഞാൻ അതിലേക്ക് വരാം. ഡോക്ടർ കെ ഗിരീഷ്, ആസ്ട്രൽ പ്രൊജക്ഷൻ ഇത് കേടലിലൂടെയാണ് എന്തായാലും പൊതുവിലിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. ഇത് കേടലിൻ്റെ ഒരു കെട്ടുകഥയല്ല. ലോകത്താകമാനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ. പക്ഷെ കേരളം അത് ആദ്യം കേട്ടതുകൊണ്ട്, കേരള പോലീസിലെ ഒരുപക്ഷെ വലിയൊരു വിഭാഗവും അത് ആദ്യം കേട്ടതുകൊണ്ട് അതിനെ നിരാകരിക്കാനുള്ള ഒരു അവസരവാദപരമായ സമീപനം അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടാകുന്നുണ്ടോ? ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രാപ്തിക്കുറവ് കൊണ്ടാണോ? ഇവൻ മനോരോഗിയല്ല, ഇവനൊരു കൊലപാതകം ഈ വൈരാഗ്യം മൂത്ത് അങ്ങ് ചെയ്തിരിക്കുന്നു എന്ന നിലയിലേക്ക് ഇതിനെ ചുരുക്കുന്നത്? ഞാൻ ഈ കാര്യം വളരെ 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 ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കാൻ ശ്രമിക്കുകയായിരുന്നു, കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒക്കൾട്ടിസം എന്ന് പറയുന്ന ഒരു സ്യൂഡോ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. ഒക്കൾട്ടിസത്തിൻ്റെ ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിക്ക് 2 തരം ശരീരമുണ്ടെന്നും, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. ആസ്ട്രൽ ബോഡിയെ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്നും വേർപെടുത്തിയ ശേഷം അതിനെ സ്ഥല സമയ മാനങ്ങൾക്കപ്പുറത്ത് എവിടെയും എത്തിക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ അതിന് സാധാരണ രീതിയിൽ ഒക്കൾട്ടിസത്തിൽ പറയുന്ന മാർഗ്ഗങ്ങൾ ഒന്നുകിൽ ഹിപ്നോസിസ് ഇൻഡ്യൂസ്ഡ് ഈ പറയുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ ഓർ
സ്ലീപ്പ് ഇൻഡ്യൂസ്ഡ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആക്കുന്ന മറ്റു മാർഗങ്ങൾ. ഇപ്പൊ ഈ നന്ദൻകോടിന്റെ കാര്യം എടുത്താൽ 2 കാര്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കൊരു അവ്യക്തതയുണ്ട്. ഒന്ന്, കേഡൽ സ്വയം ആത്മാവിൽ നിന്ന് മോചിതനായി ചെയ്ത ക്രൂരകൃത്യം. മഴുകൊണ്ട് വെട്ടിയത് ഓർമ്മയില്ല, പക്ഷെ അത് വലിച്ചൂരിയെടുത്തത് ഓർമ്മയുണ്ട്. ഇങ്ങനൊരു മൊഴി കേഡൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ആത്മാവിനെ മോചിപ്പിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയുന്നതിന് തുല്യമാണ്. മറിച്ച് ഇവരെ ആത്മാവിൽ നിന്ന് മോചിപ്പിക്കുക, അതുകൂടി ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഒരു ഭാഗമാണ്. കാരണം മാതാപിതാക്കളെ ഈ പറയുന്ന പാരമ്പര്യ സിദ്ധമായ അറിവിലേക്ക് ഒരാൾക്ക് ഉയരണമെങ്കിൽ ഇവരെ ഇല്ലാതാക്കേണ്ടതുണ്ട്, ഇവരെ ഇല്ലാതാക്കി ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്, പിന്നെ അത് മോചിപ്പിച്ചതിന് ശേഷം അവരോട് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് പരമമായ അറിവിലേക്ക് എത്താൻ കഴിയുക, മോക്ഷത്തിലേക്ക് എത്താൻ കഴിയുക. അപ്പൊ ഇത് രണ്ടും വിരുദ്ധമായിരിക്കുമ്പോൾ അല്ല, എൻ്റെ ഒരു അസസ്മെന്റ് അനുസരിച്ച് സത്യം പറഞ്ഞാൽ കേദലിന് മാനസിക രോഗം ഉണ്ട് എന്ന് തന്നെയാണ്. അതിന് എന്തുകൊണ്ട് ഞാൻ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞാൽ, മാതാവ് സ്റ്റേറ്റ് ഫസ്റ്റ് റാങ്ക് ഒന്നും ആയിരുന്നില്ല, നിർമ്മല ഭവനിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. പിതാവ് ഒരു സ്കൂളിലെ ഒരു കോളേജ് അധ്യാപകനായിരുന്നു. പിന്നെ ഈ കേദൽ തന്നെ മോഡൽ സ്കൂളിൽ പഠിച്ചിരുന്നു. സാധാരണ ഒരു മോഡൽ സ്കൂളിൽ പഠിച്ചിരുന്നു. പിന്നെ കൂടുതലായിട്ട് മുന്നോട്ട് പഠിക്കാൻ നല്ലൊരു എൻട്രൻസ് എക്സാമിനേഷനൊന്നും എഴുതി ഇവിടെ മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് വിദേശത്ത് പോയി. അവിടെ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടായി തിരിച്ചു വന്നു. ഇത് ഒരു ആസ്പെക്ട് ഇന്റലക്ച്വലായിട്ട്. മറ്റേ വ്യക്തിപരമായ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ വരാം. അയാളുടെ വ്യക്തിപരമായ സ്വഭാവം, വ്യക്തിത്വം നോക്കാമെങ്കിൽ, പേഴ്സണാലിറ്റി പരിശോധിക്കാമെങ്കിൽ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടഡ് പേഴ്സൺ, വളരെ അന്തർമുഖത്തുള്ള ഒരു വ്യക്തി. അല്ല സാർ, അതിലേക്കൊക്കെ വരാം. അതിന് മുൻപ് എൻ്റെ ഒരു സാധാരണഗതിയിൽ മനുഷ്യർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വാർത്തയെ ഫോളോ ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഇയാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മോചിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ ഇയാൾ ചെയ്തതാണോ ഈ കൃത്യം, അതോ ഇവരുടെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അയാൾ ചെയ്തതാണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ 2 പ്രോസസ്സും നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ചിന്ത, അത് ആ മനോരോഗത്തിൻ്റെ ഭാഗമാണ്. ആ ഡെലൂഷൻ്റെ പിടിയിലായിരുന്നു കേദൽ. ആ ഡെലൂഷൻ്റെ പിടിയിലായിട്ട് അയാളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചിത്തഭ്രമം അല്ലെങ്കിൽ ചിന്തയിലുണ്ടായിട്ടുള്ള യുക്തിരാഹിത്യത്തിൻ്റെ ഫലമായിട്ട് അയാൾ ആക്ട് ചെയ്തു. അങ്ങനെ ആക്ട് ചെയ്യാൻ സഹായിക്കുന്ന നിലയ്ക്കുള്ള ആ ചിന്തയുടെ ഉള്ളടക്കം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളിലൊക്കെ അയാൾ കടന്നുപോയിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. റിട്ടയർഡ് SP ജോർജ് ജോസഫ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോർജ് ജോസഫ്, താങ്കളുടെ ഒരു മനസ്സിലാക്കലിൽ കേഡൽ മനോരോഗിയാണോ അതോ കേഡൽ നല്ല ക്രിമിനൽ വാസനയുള്ള ഒരു കുറ്റവാളിയോ? എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാള് ക്രിമിനൽ വാസനയുള്ള ഒരു കുറ്റവാളി തന്നെയാണ്. കാരണം ഇയാൾക്ക് നല്ല ഐക്യു ഉണ്ട്. പേരന്റ് അമ്മ ഡോക്ടറാണ്, അപ്പൻ പ്രൊഫസറാണ്, വല്യപ്പൻ മോഡൽ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പൊ നല്ല ഐക്യു ഉണ്ട്. പക്ഷെ EQ എന്ന് പറയുന്ന സാധനം ഇല്ല. ഇയാള് നല്ല ഈ കേസിനകത്ത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസി മാത്രമേ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെന്തായാലും പോലീസ് ഇപ്പം വന്നിരിക്കുന്ന ലൈൻ കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ഈ ഫാമിലി ഹിസ്റ്ററി നന്നായിട്ട് പോലീസ് നോക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത ദിവസം ഞാൻ മനസ്സിലാക്കിയത്, ഈ പയ്യന്റെ പേരിൽ എഴുതേണ്ട ഒരു 4.5 ഏക്കർ വസ്തു ഈ മകളുടെ പേരിൽ എഴുതി. ഇതിന് അടുത്ത് താമസിക്കുന്ന ജോസ് എന്ന് പറയുന്ന ഈ അമ്മയുടെ ബ്രദർ, അയാള് കല്യാണം കഴിക്കാതെ താമസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അദ്ദേഹത്തിന്റെ അമ്മ ഈ കേഡലിന്റെ അമ്മയുടെ പേരിലാണ് എഴുതി വെച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു മാനസിക സംഘർഷം ഈ കുട്ടിക്ക്, ഈ കേഡലിന് കുറെ നാളുകളായിട്ട് അനുഭവിക്കുന്നുണ്ട്. ക്രിമിനൽ വാസന കൂടുതലാണ്. ഇതിനകത്ത് നമ്മള് മനോരോഗിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അയാള് ഐക്യു കൂടുതലായുണ്ട്. പോലീസിനെ നമ്മളെയൊക്കെ പറ്റിക്കാനായിട്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. നല്ല ഇന്റലിജന്റ് ആണ്. നല്ല ക്രിമിനൽ വാസനയിലോട്ട് പോയെന്നേ ഉള്ളൂ. ശ്രീ ജോർജ് ജോസഫ് കഴിഞ്ഞ 10 വർഷമായി ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പരിശീലിക്കുന്നുണ്ട് കേഡൽ എന്ന വിവരവുമുണ്ട് നമ്മുടെ മുന്നിൽ. അതെ അതെ ഉണ്ട്, അത് ശരിയാണ്. അദ്ദേഹത്തിന്റെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ തന്നെ അദ്ദേഹം ഇത് ആ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. കാരണം ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, പോലീസിനെ തെറ്റിക്കാനായിട്ടൊരു 4 വ്യാഴാഴ്ച ഈ ലളിത എന്ന് പറഞ്ഞ സ്ത്രീക്ക് കണ്ണ് കാണാൻ പാടില്ല. അവര് പകൽ വീട്ടിൽ വ്യാഴാഴ്ച പോയി